Hi guys, welcome back to Hansubi's vlog. Laying low, a place to go. Sunlight dances through the window. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു വ്ളോഗുമായിട്ട് കാണുന്നത്. എനിക്ക് കുറേ കാരണങ്ങൾ കൊണ്ട് കുറച്ച് ബ്രേക്ക് എടുക്കേണ്ടതായിട്ട് വന്നു. കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ എനിക്കും ഹസ്ബൻഡും നമ്മുടെ ഹെൻസുമോനും മാറി മാറി വരുന്ന ഹെൽത്ത് ഇഷ്യൂസ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിയാത്തത്. എന്തായാലും നമ്മുടെ പുതിയ വർഷം വരാൻ പോവാണ്. ഇന്ന് ഞാൻ ഈ വ്ളോഗ് എടുക്കാൻ ഒരു റീസൺ ഉണ്ട്. അപ്പൊ നമ്മുടെ ഹെൻസുമോൻ വന്നിട്ട് ഇന്നേക്ക് ഒരു വർഷമാവാൻ പോവാണ്. അതായത് ഇന്ന് ഹെൻസുമോന്റെ ഫസ്റ്റ് ഇയർ ബർത്ത്ഡേ ആണ്. ഹെവി സെലിബ്രേഷൻസ് ഒന്നും തന്നെ ഇല്ല. വളരെ ലളിതമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നടത്തുന്ന ഒരു ഫംഗ്ഷൻ ആണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ആക്ച്വലി ഇവന് ക്ലബ് ഫുഡ് എന്ന് അറിയുന്ന ആ സമയത്ത് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആയിട്ടല്ലാതെ ഈ കുറച്ചു പേർക്ക് ഫുഡ് കൊടുക്കാം, അത് മതി എന്നുള്ളൊരു നിശ്ചയം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കും ഹസ്ബൻഡിനും അത് തന്നെയാണ് താല്പര്യം. പക്ഷെ എന്റെ അമ്മയ്ക്കും ഇവിടെ വീട്ടിലുള്ളവർക്കും ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ചെറിയ രീതിയിൽ നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈവനിങ് ഒരു ചെറിയ ഫംഗ്ഷൻ വീട്ടിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആക്ച്വലി ഡെക്കറേഷൻസ് ഒക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ ഹെവി ഡെക്കറേഷൻസ് അല്ല, നമ്മുടെ ഹാളിൽ വെച്ച് തന്നെ ചെറിയ രീതിയിലുള്ള കുറച്ച് ബലൂൺസ് ഒക്കെ വെച്ചിട്ടുള്ള ചെറിയ ഡെക്കർ ചെയ്യാനൊരു പ്ലാൻ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ട്സിന് വെയിറ്റ് ചെയ്യാനാണ്, ഓൺ ദ വേ ആണ്. അപ്പൊ അവർ വന്ന ഉടനെ ഹാളിൽ ചെറിയ ചെറിയ ഡെക്കറേഷൻസ് പണികളൊക്കെ തുടങ്ങും. പിന്നെ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം 5 മണിക്കാണ് കിട്ടുക. കാരണം ഈ കേക്ക് ഓർഡർ ചെയ്യുന്നതിൽ ആക്ച്വലി എനിക്കൊരു നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വേറൊരു പ്ലേസിലാണ് ആക്ച്വലി ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി ലാസ്റ്റ് മൊമെന്റിൽ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ആണ് മഫിൻ ഹൗസ് മാത്രമേ നമുക്ക് പെട്ടെന്ന് ഒരു സമയത്ത് കേക്ക് ചെയ്തു തരുന്ന ഒരു സ്ഥലമുള്ളൂ. അങ്ങനെ പെട്ടെന്ന് മഫിൻ ഹൗസിൽ കൊടുത്തു. എത്രത്തോളം അടിപൊളിയാവും എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും അതിന്റെ ടേസ്റ്റിന്റെ കോംപ്രമൈസ് ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു ഡിസൈൻസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരെന്തായാലും ഓക്കെ പറഞ്ഞതിന്റെ വലിയ കാര്യം ഇരിക്കുകയാണ്. ഞാൻ എന്തായാലും ഒരു ഇൻട്രോ കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പൊ താഴെ ഇതിന്റെ ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഞാൻ അതിന്റെ ഓരോ സീക്വൻസ്, ഓരോ ക്ലിപ്സ് ആയിട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. എത്രത്തോളം അടിപൊളിയായിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റും എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ എന്റെ മാക്സിമം ശ്രമിക്കാം. വൈകുന്നേരം ജസ്റ്റ് ഭയങ്കര കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സസ് മാത്രമാണ് നമ്മൾ വെയർ ചെയ്യുന്നത്. നമ്മുടെ മോനായാലും അങ്ങനെ സ്യൂട്ട് അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. വളരെ കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ അതിനു വേണ്ടി ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഹെൻസുമോന് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവണം. ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യണം കേട്ടോ. എന്നാലും നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കാണാം. ഇവിടെ വെച്ചാണ് നമ്മുടെ ചെറിയ പാർട്ടിയൊക്കെ നടത്താൻ പോകുന്നത്. ഇതാണ് നമ്മുടെ വീടിന്റെ ഹാൾ. ഇവിടെ ഒരു കർട്ടൻ ഒക്കെ ഇട്ട് ബലൂൺ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ബലൂൺ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പമ്പ് മേടിക്കാൻ അൺഫോർച്ചുനേറ്റ്ലി മറന്നുപോയി ഗൈസ്. സോ നമ്മൾ കർട്ടൻ ഒക്കെ വിട്ട് നമ്മൾ ലൈറ്റ്സ് ഒക്കെ കത്തിച്ചു. അങ്ങനെ പണികളൊക്കെ ഉഷാറായിട്ട് നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരെയും വെൽക്കം ചെയ്യുന്നതിനിടയിൽ തന്നെ നമ്മുടെ ഹെൻസുമോനെ എണീറ്റിട്ടുണ്ട്. പിന്നെ മോനെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫാദറിനെ ഏൽപ്പിച്ചു. മോനെ കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനിടയിൽ ഞാൻ പോയി വേറെ എൻ്റെ പണികളൊക്കെ സെറ്റ് ചെയ്തു. നമ്മുടെ കസിൻസിന് വേണ്ടിയിട്ട് മ്യൂസിക് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നല്ല ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടും ഞാനും കുറച്ച് അലങ്കാര പണികളൊക്കെ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഓവറോൾ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഇതിനിടയിൽ ആ ബാർ ലൈറ്റും കൂടെ വെച്ചത് കൊണ്ടാവും കുറച്ച് കളർഫുൾ കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. മ്യൂസിക് സെറ്റും ആ ഒരു ഡെക്കറേഷൻസും നമ്മുടെ എല്ലാ വൈബും കൂടെ ചേർന്ന് ഹെൻസുമോനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ ഗേൾ ഫ്രണ്ട് ബസ്മ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരന്മാരെല്ലാവരും ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കൂട്ടത്തിൽ വരാത്തൊരു ഫ്രണ്ട് ഉണ്ട്, അവന് വരാൻ പറ്റാത്തതാണ്. പക്ഷെ അവൻ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് കൊടുത്തു വെച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ഇത് വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ കേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് കട്ടിംഗ് സെറമണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങളിപ്പോൾ കണ്ടതാണ് നമ്മുടെ കൂട്ടായ്മയുടെ സന്തോഷത്തിന്റെ ഒരു ചെറിയ ഫംഗ്ഷൻ. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരെയും താറ്റൊക്കെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഒരു ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കിയാലോ. ആദ്യം അവിടെ ക്ലീനിങ് ആണ്. അത് നമ്മുടെ ഫ്രണ്ട്സ് കട്ടയ്ക്ക് നിന്നത് കൊണ്ട് അതൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞു. അതിനുശേഷം മോൻ ഉറങ്ങാത്തത് കൊണ്ട് ഇന്നത്തെ ഗിഫ്റ്റ് പൊട്ടിക്കാന്ന് വിചാരിച്ചു. ഇതിലെല്ലാ ഗിഫ്റ്റ്സും ഒരുപാട് പ്രിയപ്പെട്ടതാണ്. അതിലുപരി നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവുമാണ് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയത്. ഇനിയും അങ്ങോട്ട് ഇതുപോലെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. I'll see you guys on my next video. Till then, bye bye.